അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ തഫ്ഹീമു തിലാവയിലെ 16-ാമത്തെ പേജിലുള്ള ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൽ ഒന്നാമതായിട്ട് അനബുൻ എന്ന് കാണാനുണ്ട്. ഈ അനബുൻ എന്നതിൽ ആ എന്നതിന് വട്ടം ഇട്ടുകൊടുക്കുക. അതുപോലെ ഈ എന്നതിന് ചതുരം ഇട്ടുകൊടുക്കുക. ഉ എന്നതിന് ത്രികോണാകൃതി ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യം. അപ്പോൾ ഉദാഹരണമായിട്ട് അനബുൻ എന്നുള്ളിടത്ത് ഇങ്ങനെ വട്ടം ഇട്ട് കൊടുക്കുക. അതുപോലെ ഇമാമുൻ എന്നുള്ളിടത്ത് ഇങ്ങനെ ചതുരം ഇട്ട് കൊടുക്കുക. അതുപോലെ ഉദിബ എന്നുള്ളിടത്ത് ഇങ്ങനെ ത്രികോണാകൃതി വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യിക്കേണ്ടത്. ഇത് കൂട്ടമായിട്ടും മറ്റുമെല്ലാം ചെയ്യിക്കേണ്ടതുണ്ട്. പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഇത് ആദ്യത്തെ വാക്ക് ബഹദുൻ എന്നാണ്. ഈ ബഹദുൻ എന്നുള്ളതിലെ ബ എന്ന അക്ഷരം തൊട്ടടുത്തുള്ള കോളത്തിലേക്ക് എഴുതുകയാണ് വേണ്ടത്. അതുപോലെ ബാക്കിയുള്ള എല്ലാ പദങ്ങളും എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ബ എന്നും, രണ്ടാമത്തെ കോളത്തിൽ ബിതീഖുൻ എന്നതിൽ ബി എന്നും, മൂന്നാമത്തെ കോളത്തിൽ ബുൽബുലുൻ എന്നുള്ളതിൽ ബു എന്നും ക്രമത്തിൽ എഴുതി കുട്ടിയെ കൊണ്ട് പഠിപ്പിക്കുകയാണ് വേണ്ടത്. 21-ാമത്തെ പേജിൽ നോക്കിയാൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതളുകളിൽ എഴുതിയ പദങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് മുകളിലുള്ള അക്ഷരപദങ്ങൾ എഴുതിയ ബിൻതുൻ, ഉദിബ, ബുർദുൻ എന്നൊക്കെ കാണാം. ഇതിൽ നിന്ന് അക്ഷരങ്ങൾ വിട്ടുപോയതെടുത്ത് ഈ ഇതളുകളിൽ എഴുതി പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഓരോ കുട്ടിയും ഇത് വായിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കണം. 22-ാമത്തെ പേജിൽ ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഈ പേജിൽ ഓരോ 6 കള്ളിയും ഒരു സ്ലൈറ്റ് രൂപത്തിൽ ആക്കി കുട്ടികൾ അതിൽ എഴുതുകയാണ് വേണ്ടത്. സ്ലൈറ്റാണെന്ന നിഗമനത്തിൽ കുട്ടികൾ അ, ഇ, ഉ എന്നുള്ള അക്ഷരങ്ങൾ 6 എഴുതുകയാണ് ഇതിൽ വേണ്ടത്. ഇതിൽ കുട്ടി ചെയ്യേണ്ടത് മുൻകഴിഞ്ഞ പദങ്ങൾ കണ്ടെത്തുക. ഇതിൽ അദബുൻ ഉണ്ട്, പക്ഷേ ചിത്രത്തിലില്ല. ചിത്രത്തിൽ ഉള്ള പദങ്ങളാണ് കണ്ടെത്തേണ്ടത്. ഇബറുൻ ഉണ്ട്, ചിത്രത്തിലുണ്ട്. അപ്പോൾ ഇബറുൻ എന്ന കോളത്തിൽ മഞ്ഞ കളർ കുട്ടി കൊടുക്കണം. ഇബറിന് മഞ്ഞ കളറാണല്ലോ, അതുകൊണ്ട് മഞ്ഞ കളർ ആ കോളത്തിൽ കളർ കൊടുക്കണം. അപ്പോൾ ഇതിൽ കളർ കൊടുക്കുക, ചിത്രത്തിലുള്ള പദങ്ങൾ കണ്ടെത്തുക, ചിത്രത്തിൻ്റെ പേരുകൾ ഇതിൽ നിന്ന് താഴെ കണ്ടെത്തുക എന്നിവയെല്ലാം ഉണ്ട്. ബൈത്തുൻ എന്നതിന് ചുവന്ന കളറായതുകൊണ്ട് ഇതിൽ ചുവന്ന കളർ കൊടുക്കണം. ഉറബുൻ എന്നതിനേക്ക് പച്ച കളറായതുകൊണ്ട് ആ കോളത്തിൽ പച്ച കളർ കൊടുത്തുകൊണ്ട് ഇത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ചാർട്ടുകളും മറ്റും തയ്യാറാക്കാവുന്നതാണ്. പേജ് നമ്പർ 29 ഇങ്ങനെയാണ് കാണുന്നത്. ഇതിൽ ഓരോ കുട്ടിയുടെയും ഷർട്ടിൽ എഴുതിയ പദങ്ങൾ അതിൻ്റെ ചിത്രങ്ങളുമായി നൂലുമായിട്ട് ബന്ധിപ്പിച്ച് വായിപ്പിക്കുകയാണ് വേണ്ടത്. അവിടെ വായിക്കുക. പേജ് 38 കുട്ടി ചെയ്യേണ്ടത് ആ പക്ഷികൾ പിടിച്ച പദങ്ങൾ വായിക്കുകയും അത് സ്വന്തമായി ആ 4 കോളങ്ങളിൽ സ്ലൈറ്റുകളിൽ എഴുതുകയുമാണ് വേണ്ടത്. ആ 4 കോളങ്ങളിലേക്കും കുട്ടിയെ കൊണ്ട് എഴുതിക്കുകയാണ് വേണ്ടത്. പേജ് 42 ഇതിൽ ചെയ്യേണ്ടത് മുകളിലെ ചിത്രം കുട്ടിയെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ചിത്രത്തിന് പഠിച്ച പദം മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം വഴി കാണിച്ചുകൊണ്ട് പദം പറയുക. റാ എന്ന അക്ഷരം തിരിച്ചറിഞ്ഞ കുട്ടി റാ എന്ന അക്ഷരം പദത്തിലെ ഹർക്കത്ത് ചേർത്ത് മുകളിലെ കോളത്തിൽ എഴുതുകയും ചെയ്യുക. ഇത്രയുമാണ് ഈ പാഠത്തിൽ അഭ്യാസം ചെയ്യേണ്ടത്. പേജ് 59 കുട്ടി പഠിച്ചതും പഠിക്കാത്തതുമായ ധാരാളം അക്ഷരങ്ങൾ ഈ കോളത്തിൽ നൽകിയിട്ടുണ്ട്. സീൻ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിൽ നൽകിയ കുത്തുകളിൽ കളർ നൽകുന്നു. പൂർത്തിയായ വലിയൊരു സീന് തെളിഞ്ഞു വരുന്നു. ഈ സീൻ എന്ന അക്ഷരം ഓരോന്നും വായിച്ചുകൊണ്ടാണ് കളർ നൽകേണ്ടത്. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ആ സീൻ എന്ന അക്ഷരം വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നു. പേജ് 76 പക്ഷിയെ മുകളിലെ തൻ്റെ കൂട്ടിലേക്ക് എത്തിക്കുന്നു. പക്ഷിയുടെ കൊക്കിൽ എന്താണ് കാണുന്നത് എന്ന് കുട്ടികളോട് ചോദിക്കുന്നു. കുട്ടികൾ സ്ട്രോബെറിയുടെ അറബി പദം ഷലീക്കുൻ എന്ന് പറയുന്നു. ചെറിയ കുഴിയിൽ കിടക്കുന്ന മത്സ്യത്തെ കൂടുതൽ വെള്ളമുള്ള തടാകത്തിലേക്ക് എത്തിക്കുന്നു. നൽകിയിട്ടുള്ള സീനിൻ്റെ ഡോട്ടുകളിൽ എഴുതി സീൻ എന്ന് ഉച്ചരിക്കുന്നു. താഴെ തടാകത്തിൽ എത്തുന്നതുവരെ ഇത് തുടരുന്നു. സീൻ എന്ന അക്ഷരം ഡോട്ടുകളിലൂടെ എഴുതുകയും മൊഴിയുകയും ചെയ്തുകൊണ്ട് പക്ഷിക്കൂട് വരെ എത്തിക്കുന്നു. കുട്ടികൾ രസകരമായി ചെയ്യുമ്പോൾ ഇത് സീൻ എന്ന അക്ഷരം പഠിക്കാൻ വളരെ ഉപകാരമാകുന്നു. പേജ് 77 ചെയ്യേണ്ടത് ചിത്രങ്ങളുടെ പേര് പറയുകയും അതിൻ്റെ ആദ്യ അക്ഷരം തുലാസിൻ്റെ ഒഴിഞ്ഞ ത്രാസിൽ എഴുതുകയും ആണ് വേണ്ടത്. ഒഴിഞ്ഞ തട്ടിലേക്ക് ആ ആദ്യ അക്ഷരങ്ങൾ എഴുതുക.